വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പം മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഒരു മഡ് ഹൗസ് ആണ് ഇത്. കോഴിക്കോട് തൊണ്ടയാടുള്ള ഒരു മഡ് ഹൗസ് ആണ്. ഇതിന്റെ പേര് അമ്മിണി വീട് എന്നാണ്. ആർച്ച് പോലെയാണ് ഈ ഡോറ്. ഒരു ആർച്ച് ഷേപ്പിലാണ് ഉള്ളത്. മാത്രമല്ല ഇതിന്റെ മുന്നിൽ ഒരു കേവ് പോലെയാണ്. ഇത് സിമെന്റിനെ കൊണ്ട് അവർ വേറൊരു ആർച്ചും കൂടി ഡോറിന്റെ മുന്നിൽ ആക്കിയിട്ടുണ്ട്. നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അത് പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള വസ്തുക്കൾ വെച്ചിട്ടാണ്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചിരട്ട, പിന്നെ അതുപോലെ തന്നെ മരക്കൊമ്പ്, മണ്ണ്, ഇതുപോലുള്ള സാധനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വഴിയെ നിങ്ങൾക്കത് കാണാൻ പറ്റും കേട്ടോ. കം ഓൺ, ഫോളോ മീ. വാ, പിന്നെ ഫോളോ ചെയ്യണ്ടേ? വാ. അപ്പം ഇതിൽ നമ്മളിങ്ങനെ എൻട്രൻസ് കഴിഞ്ഞ് കയറുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ചെരുപ്പ് ഇവിടെ ഒരു സൈഡിൽ അഴിച്ചിടുക വേണ്ടത്. ഇവർ തന്നെ ചെരുപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ചെരുപ്പിട്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത്. ഇത് കയറി വരുന്ന സമയത്ത് തന്നെ ഇവിടെ ഇരിക്കേണ്ട ഒരു സ്പേസ് ഉണ്ട്. ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. ബെഡ് 2 പില്ലോവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ സൈഡിലേക്ക് നോക്കിയാൽ ഇതെന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഇരിക്കുന്നതിന് തൊട്ട് മേലെയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീടിനെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതിയ ഒരു പോസ്റ്ററും കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ എഴുതിയിട്ട് വെൽക്കം ടു സ്റ്റുഡിയോ അമ്മിണി വീട്, റിട്ടേൺ ടു ഇന്നസെൻസ്. ഇതെന്താ കാര്യം എന്ന് ഞാൻ പിന്നെ പറഞ്ഞതാ കേട്ടോ. ഇനി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പോലത്തെ ഒരു ചാരുകസേല നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, നല്ല ചാരുകസേലയാണ്. ഇതെന്താ തടിയൊളി, നല്ല തടി കേട്ടോ. ഈ ചാരുകസേലയുടെ സൈഡിൽ തന്നെയായിട്ട് നിങ്ങൾക്കൊരു ഡൈനിങ് ടേബിളും കാണാൻ പറ്റും. ഇതുമൊക്കെ മരത്തിൽ പണിയിപ്പിച്ച ഡൈനിങ് ടേബിളും. പിന്നെ അതിൻ്റെ കൂടെ ഇരിക്കുന്നത് ഇത് കണ്ടോ, ഇതും ഒക്കെ മരമാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും മരം, ചിരട്ട, അതുപോലെ നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ക്യാമറ കാണാം, മിറർ കാണാൻ പറ്റും. ഇനി ഇതാണ് എൻ്റെ ക്യാമറമാൻ അല്ല, നീ വേണം. ഈ കിച്ചണിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് സെൽഫ് കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. അവനൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യത്തിനുള്ള സാധന സാമഗ്രികളൊക്കെ, അതായത് ഉപ്പ്, പഞ്ചസാര, ചായപ്പൊടി, കാപ്പിപ്പൊടി, ഈ വക സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് ഈ ഒരു കിച്ചൺ സെറ്റപ്പ് എന്ന് പറയുന്നത്. കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു കിച്ചൺ സെറ്റപ്പ്. ഇത് കണ്ടോ, റാക്ക് ആക്കിയൊരു ഷേപ്പ് കണ്ടോ, ഒരു പ്രത്യേക ഷേപ്പിൽ. ഇത് കാണാൻ നല്ല ഇത് സിമെന്റ് ആട്ടോ. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരു മണ്ണിന്റെ കളറ്, ഇത് ശരിക്കും മണ്ണിനെ കൊണ്ടുള്ള സാധനവും ഇത് സിമെന്റിനെ കൊണ്ടുമാണ്. ഇതിന്റെ മേലെ ഇവരൊന്നും പെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇതിന്റെ ഇവിടെ ഒന്നും ജനലില്ല കേട്ടോ. ഇതൊക്കെ മുളയാണ്. മൊത്തം ഇവര് മുളയെ കൊണ്ടാണ് ചെയ്തത്. ഇവിടെ ഒന്നും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഇല്ല. ഇനി ഈ ഒരു അടുക്കളയുടെ ചെറിയൊരു പോർഷൻ മാത്രമാണ് ഇവർ ഇരുമ്പ് അതുപോലെ തന്നെ ഗ്ലാസും കൊണ്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഒട്ടുമിക്ക ഏരിയാസും ഇവിടെ ബാംബു ആണ് ജനലൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത് ഈ ഒരു വാഷ് ബേസിനെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും എന്താണ് ഒരു വാഷ് ബേസിനെ പറ്റി പറയാനുള്ളത്. പക്ഷെ ഇതിനെ പറ്റി ശരിക്കും പറയാനുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഹാൻഡ് വാഷ് ഒക്കെ വെച്ചത്. ഈ ഒരു സാധനം വെക്കുന്നത് ഇവര് മരത്തടിയിലുള്ള എന്താ പറയാ, മരത്തടീനെ കൊണ്ട് പണിത സാധനം കൊണ്ടാണ് ഇവർ ഹാൻഡ് വാഷ് ഒക്കെ വെക്കേണ്ട സ്ഥലം ഉണ്ടാക്കിയത്. മാത്രമല്ല ഇതിൻ്റെ താഴത്തെ സിങ്കിൻ്റെ കണ്ടോ, ഇതുമൊക്കെ വുഡാണ്, പ്യോർ വുഡാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം ലൈറ്റിൻ്റെ വരികയാണെങ്കിൽ, ഇതിലുള്ള ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഇത് ചിരട്ടയാണ്. അതിൻ്റെ മേലെ അവർ മരമാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിരട്ട, മരം, ഈ വക സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ചെയ്തിട്ടുള്ളത്. ഇനി ഈ വീട്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു മരമാണ്. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതിവിടെ നട്ടുപിടിപ്പിച്ചതാണ്. ഇത് നട്ടതല്ല, ഇത് ശീമക്കൊന്നയുടെ ഒരു മരമാണ്. ഇത് പെയിന്റ് അടിച്ച് പോളിഷ് ചെയ്തിട്ട് ഇവർ വെച്ചതാണ്. എൻട്രൻസിന്റെ ഡോറിന്റെ തൊട്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒരു ഏരിയ ഉണ്ട്. ഇതും സിമെന്റിലാണ് ചെയ്തത്. മാത്രമല്ല മൊത്തം മുളയാണ്. നല്ല നീളത്തിലാണ് മുള ഇവർ ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, 2 സ്റ്റെപ്പ് പോലെയാണ് ഇവിടെ ഉള്ളത്. ഒരു ലിവിങ് ഏരിയയിൽ നിങ്ങൾക്ക് TV ഉണ്ട്, ഫാൻ ഉണ്ട്, പിന്നെ ഒരു സ്പീക്കർ ബോക്സ് ഉണ്ട്, പിന്നെ കുറച്ച് പെയിന്റിങ്സ് ഉണ്ട്. ഈ പെയിന്റിങ്സ് ആണെങ്കിൽ ഈ ഒരു ആംബിയൻസിന് പറ്റിയ രീതിയിലുള്ള പെയിന്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരെ ഡോറ്
തുറക്കുന്ന സമയത്ത് ഒരു സൈഡിലാണ് ഈ ഒരു കുഞ്ഞു ലിവിങ് ഏരിയ ഉള്ളത്. അപ്പം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു 3-4 സ്റ്റെപ്പ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചന്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു റൂമുണ്ട്. ഇത് ഒരു AC റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രത്യേക രസമുള്ള ബാത്റൂമാണ്. ബാത്റൂമൊക്കെ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ബാത്ത് സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. പക്ഷെങ്കിൽ ഇതൊക്കെ ടൈലും പിന്നെ സിമെന്റും കൂടി ചേർത്തതാണ്. കണ്ടോ, ഒരു ബാത്ത് ടബ് സെറ്റപ്പ് ആണ്. നമുക്കിങ്ങനെ ഇറങ്ങി നിൽക്കാം, എന്നിട്ട് ഇവിടുന്ന് കുളിക്കാം. പിന്നെ വിൻഡോ ഉണ്ട്. ഇവിടെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സൊക്കെ ഹാങ് ചെയ്ത് വെക്കുന്ന ഈ ഒരു സാധനം, ഇതും ഇവര് വുഡിനെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സോപ്പ് വെക്കുന്ന എല്ലാ സാധനങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നില്ല, എല്ലാ സാധനങ്ങളും ഇവര് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു റൂം ഉണ്ടെന്ന്. താഴെ ഒരു റൂമാണ് ഉള്ളത്. ആ റൂമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 4 ബെഡാണ്, ബങ്ക് ബെഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ കാണുന്ന ബെഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു സ്പേസ് ഉള്ളത്. നല്ലൊരു സ്പേസ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ മേലെ ഇവരിങ്ങനെ കുറച്ച് എന്താ പറയാ വൈറ്റ് കളർ പെയിന്റിനെ കൊണ്ടുള്ള പൂക്കളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ റൂമിലും നിങ്ങൾ ഇവിടുത്തെ ലൈറ്റ് നോക്കിയാൽ മനസ്സിലാവും, ചിരട്ട കൊണ്ടാണ് ആക്കിയിട്ടുള്ളത്. ഇതാണ് ചിരട്ട കൊണ്ടുള്ള ആ ഒരു ലൈറ്റിന്റെ സെറ്റപ്പ്. പിന്നെ ബെഡിന്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സിമെന്റ് കൊണ്ട് ചെയ്ത ഒരു വർക്ക് കാണാം. അതായത് ഒരു അലമാര പോലെയാണ്. വേറെ അലമാരയൊന്നും ഞാൻ ഈ റൂമിൽ കണ്ടിട്ടില്ല. ഇതുപോലെയുള്ള ഒരു സെറ്റപ്പാണ്. നമുക്കിപ്പോൾ ബാഗ് ആയാലും അല്ലെങ്കിൽ ടവലായാലും നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ മേലെ വെക്കാം. ഇതും സിമെന്റ് ആണ്, കംപ്ലീറ്റ്ലി സിമെന്റ് കൊണ്ടാണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ മേലേക്കാണ് കയറാൻ പോകുന്നത്. ഈ സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് മൊത്തം മരത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പല മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തത്. ഈ ഒരു സ്റ്റെപ്പ് കയറുന്ന സമയത്ത് അതിന്റെ സൈഡിലുള്ള വാൾ എന്ന് വെച്ചാൽ ഇവർ മൊത്തം മണ്ണിലാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പക്ഷെങ്കിൽ ഈ ഒരു വാളിൽ ഇവർ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പൂക്കള ഡിസൈനൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ സ്റ്റെപ്പ് വരുന്ന സമയത്ത് ഇവിടെ നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മേലത്തെ സ്ഥലം കണ്ടോ, ഇത് മൊത്തം ഗ്ലാസ്സിലാണ് ചെയ്തത്. പോരാത്തതിന് ഇവിടെ ഈ ഒരു മണ്ണിന്റെ വോൾ ഉണ്ടല്ലോ, ഇവിടെയും ഓരോരോ ഹോൾസ് ഇട്ടിട്ട് അതിന് ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തം മരമാണ്. പല മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ ഈ റെയിലിങ്സ് ഉണ്ടാവില്ലേ, അതുപോലത്തതും മരത്തിനെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ചോദിച്ച സമയത്ത് പല മരങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞത്. നേരത്തെ ഞാൻ കാണിച്ചിരുന്ന മരം അത് മാത്രമാണ് ശീമക്കൊന്ന, ബാക്കിയെല്ലാം പല മരങ്ങളാണ്. ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മൊത്തം വോം ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നൈറ്റിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റെപ്പ് കണ്ടോ, നമുക്ക് ഇതുപോലൊരു ഏരിയ കാണാൻ പറ്റും. നമുക്ക് പ്ലാന്റ്സോ കാര്യങ്ങളോ ഒക്കെ വെക്കാനുള്ളൊരു ഏരിയ ആണ്. ഇതും മരമാണ്, പക്ഷെങ്കിൽ ഇവരിവിടെ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ പെയിൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ളൊരു പീസാണ് ഇത് പക്ഷെങ്കിൽ മണ്ണല്ല, ഇത് സിമെൻ്റ് ആണ്. പക്ഷെങ്കിൽ ഇവരിത് മണ്ണാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് മെയ്ഡ് പീസാണ്. വേറെ കയറി വരുമ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു റൂം കാണാൻ പറ്റും. എന്നില്ലേ മുച്ചി? കണ്ടോ, ഇതാണ് ആ റൂം. ഇവിടെയാണ് ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ലുക്ക് വളരെ ഇവിടെ വാരി വലിച്ചിട്ടിട്ടാണ് വൃത്തിയാക്കിയാ. ഇത് അവിടെ ഇരിക്കുന്ന ആളത് വൃത്തിയാക്കി വീഡിയോ എടുക്കാൻ പോകുന്നതെന്ന് കണ്ടപ്പോ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു വീടാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇവിടെ AC ഒക്കെ ഉണ്ടാവോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ AC ഒക്കെ എല്ലാ റൂമിലും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് താഴെ കണ്ട പോലത്തെ റൂമല്ല, ബങ്കല്ല. ഇതൊരു നോർമൽ ബെഡാണ്. ഒരു ഫാമിലിക്കൊക്കെ അച്ഛൻ അമ്മ മക്കൾ അല്ലെങ്കിൽ ഇതുപോലെ നമ്മളെ പോലെ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ വന്നാൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരത്തെ കണ്ട റൂമിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഒരു സിമെന്റിനെ കൊണ്ടുള്ള ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അത് കൂടുതൽ നമ്മൾ കാണിക്കുന്നില്ല. അത് കൂടുതൽ കാണിക്കുന്നില്ല. താഴെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ സെയിം സാധനം തന്നെ. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല, ഇതിന്റെ ഭംഗി കാണുന്നില്ല.
പക്ഷെ നേരിട്ട് ശരി. അടിപൊളി. നിങ്ങളിത് കാണുമ്പോൾ ഒരു മെസ്സായിട്ട് പോലെ ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നല്ല നല്ല ഭംഗിയാണ്. ഇവിടെ വന്നിട്ട് തന്നെ നിങ്ങളിത് ഫീൽ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ അധികം വോം ലൈറ്റ് കൊടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണുന്നുണ്ട്, എത്രത്തോളം വീഡിയോയിൽ ക്ലിയർ ആണെന്ന് അറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയാണ്. താഴെ നമ്മൾ ടൈല് പീസ് ആയിട്ടുള്ള ഫ്ലോറിംഗ് കണ്ടതെങ്കിൽ ഇവിടെ മൊത്തം വുഡാണ്. വുഡിന്റെ ഫ്ലോറിംഗ് ആണ് മേലത്തെ ഫ്ലോറിൽ മൊത്തം ഇവർ കൊടുത്തിട്ടുള്ളത്. സ്പേസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ എന്നിട്ട് അതാ വിചാരിച്ചത്, ആദ്യം വീട് എടുക്കുന്നുണ്ടെങ്കിലും ഇതുപോലൊരു സ്പേസും ഇതുപോലൊരു വിൻഡോ ഉണ്ടെങ്കിൽ ആ ഒരു റൂമിന്റെ ലുക്കേ മാറും. മാത്രമല്ല നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കിടക്കാനാ നമ്മളെല്ലാരും കൂടി അടിയായി. ആർക്കും ബെഡ് വേണ്ട. ആർക്കും ബെഡൊന്നും വേണ്ട കേട്ടോ, എല്ലാവർക്കും ഇവിടെ കിടന്നാൽ മതി. പക്ഷെ ഇത് സിമെന്റ് ആയതുകൊണ്ട് കിടക്കാൻ നമുക്ക് ചിലപ്പോൾ പുറം വേദനയൊക്കെ വരും. പക്ഷെ ഇവിടെ ഇരിക്കാൻ ഭയങ്കര സുഖമാണ്. നമ്മളിപ്പോൾ ഒരു ബെഡ്റൂമിലൊരു വീട്ടിൻ്റെ ഉള്ളിൽ ബെഡ്റൂമിൽ ഇതുപോലത്തെ ഒരു ഏരിയ ഒക്കെ ആക്കിയാൽ നമുക്കിങ്ങനെ രാത്രിയൊക്കെ ഇരിക്കാനായാലും അല്ലെങ്കിൽ ബുക്കൊക്കെ വായിക്കുന്നവർക്കൊക്കെ നല്ലൊരു സ്പേസ് ആണിത്. ഈ ഭാഗത്ത് പ്രൈവസി ഇല്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. ഇവിടെ ഒരു കർട്ടൻ ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയതാണ്. മാത്രമല്ല ഈ സൈഡിലേക്ക് വീടൊക്കെ ഭയങ്കര കുറവാണ്. അപ്പം നമുക്ക് ഭയങ്കര പ്രൈവസിയും കാര്യങ്ങളൊക്കെയാണ്. ഈ വിൻഡോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഓപ്പൺ ചെയ്ത് കാണിക്കണം വേണ്ട 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 കേട്ടോ, കാണിക്കുന്നില്ല. കേട്ടൻ ഉണ്ട് ഇതുപോലെ. ഇത് ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെയാണ്. എനിക്ക് ഭയങ്കര രസമാണ്. മാത്രമല്ല ഇവിടുന്ന് എത്ര ഫോട്ടോസ് എടുത്താലും മതിയാവൂല, അത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി വേറൊരു സാധനം താഴെ കാണിച്ച സെയിം സാധനമാണ്, പക്ഷെ ഇതൊരു മരക്കൊമ്പാണ്. മരക്കൊമ്പിന്റെ മേലെ മറ്റേ ഇത് ഹാങ്ങർ ആക്കി മാറ്റിയതാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റും. നമ്മൾ രാവിലെ എണീച്ച് കുളിച്ച് ഇവിടെ ഇപ്പൊ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളത് കാണിക്കുന്നില്ല. പിന്നെ വേറെ ഒരു മിറർ ഉണ്ട് കണ്ടോ. ഇത് ഒരു കബേർഡാണ്. ഒന്ന് ക്യാമറ, ഇത് ഒരു കബേർഡാണ്. ഇത് പക്ഷെ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഇതൊരു കബേർഡാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ വെക്കാം. നേരത്തെ താഴെ കാണിച്ച സെയിം ബാത്റൂമാണ്. പക്ഷെങ്കിൽ നേരത്തെ താഴെ നമ്മൾ ബാത്ത് ടബ് പോലെ കാണിച്ചിട്ട് അങ്ങനെ ഒരു ഏരിയ ഇവിടെ ഇല്ല. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. താഴത്തെ ഉള്ളതുപോലെ തന്നെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ ലൂക്ക മൂവിയില് അതിലുള്ള ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആർട്ട് ഇവരിവിടെയും കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ നിന്ന് നോക്കിയാലും കാണാം, മുകളിലത്തെ മുറിയിൽ നിന്ന് നോക്കിയാലും കാണാം. ഇതാണ് ഇവിടുത്തെ ഡോം, അതായത് കോമൺ ആയിട്ടുള്ള ഡോമാണ്. പിന്നെ ഇവിടെ 4 ബങ്ക് ബെഡ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വർക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു സ്പേസും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ തൊട്ട് സൈഡിലാണ് ഞങ്ങൾ താമസിച്ച റൂം. ഈ ഒരു ഡോറ് കണ്ടോ, ഇതായിരുന്നു ഞങ്ങൾ താമസിച്ച റൂം. പിന്നെ ഇവിടെയും ജനലുകളൊന്നും ക്ലോസ്ഡ് അല്ല, ബാമ്പു വെച്ച് എടുത്തിട്ടുള്ള ജനലാണ്. അതുപോലെ തന്നെ ഫാൻ ഉണ്ട്, അതുപോലെ വാഷ് ബേസിനൊക്കെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. റൂം പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ് ഇവർ ഡോം ആക്കി മാറ്റിയിട്ടുള്ളത്. നല്ല രസമാട്ടോ ഇവിടെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. വർക്ക് ചെയ്യേണ്ട സ്പേസും പിന്നെ നമ്മുടെ സാധനങ്ങൾ വെക്കേണ്ട സ്ഥലം ഒക്കെ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു സ്പേസ് നല്ല അടിപൊളി ഒരു സ്പേസ് ആണ്. പിന്നെ ഇവിടുത്തെ കെയർ ടേക്കേഴ്സ് അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെ പറ്റി പറയാതിരിക്കാൻ വയ്യ. അത്രയും നമ്മളെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ഇവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അവര് ഇടയ്ക്ക് പുറത്തു പോകുന്ന സമയത്ത് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വേണോ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലങ്ങൾ കാണാൻ പോണോ, ഇങ്ങനെയൊക്കെ ചോദിച്ച് നമ്മൾ അത്രയും കംഫർട്ടബിൾ ആക്കിയിട്ടുള്ള ആൾക്കാരാണ് അവര്. ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കോഴിക്കോടുള്ള സ്റ്റേക്കേഷന്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.